യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വല്ല സാധനമാണെങ്കിൽ വേണ്ടില്ല. സോപ്പ്, ചീപ്പ്, കണ്ണാടി, വഴിയിൽ ഛർദ്ദിക്കാൻ തോന്നിയാൽ ഗുളിക, പണപ്പിക്കാൻ നാരങ്ങ, സെറ്റർ, തൊപ്പി, സോക്സ്, പനി വന്നാ തിന്നാൻ ഗുളിക, പിന്നെ തലവേദനയ്ക്ക് ബാമ്. അവിടെ ചെല്ലുമ്പോഴേ തണുപ്പിൽ കോച്ചി പിടിച്ചാൽ വെള്ളം ചൂടാക്കി എടുക്കാൻ ഒരു മിനി ഹീറ്റർ വരെ ഉണ്ട് ഈ ബാഗില്. അല്ല, ശരിക്കും നിന്റെ ബോസ് പോകുന്നത് അവിടെ സ്ഥിരതാമസമാക്കാനാണോ? ഈ പടപ്പുറപ്പാടൊക്കെ കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്ര വലിയ ഒരുക്കങ്ങളൊക്കെ എന്തിനാ? നമ്മളെയൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ദർശനക്കാട്ടിയും ദേഷ്യം ബോസിനാ. അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ ആവശ്യമില്ലെന്ന്. എന്നാലും താക്കോലിനെ കൂടി കൊണ്ടുപോവായിരുന്നു. ആ, ഒന്നുകൂടി ബോസിനോടൊന്ന് മുട്ടി നോക്കട്ടെ. എനിക്കൊരു ഇത്തിരി സ്ഥലം മതിയല്ല. ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ഒതുങ്ങിയിരുന്നോളാമെന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ചോട്ടിന് കാവലിരിക്കാൻ ഞാൻ വേണം. ചിലപ്പോ അവിടെ ആവശ്യം വന്നാലോ? ഒന്നാമത് വന്യമൃഗങ്ങളൊക്കെയുള്ള കാടല്ലേ. അല്ല, ഇവിടത്തെ കാണും വന്യമൃഗങ്ങളൊന്നും അവിടെ കാണില്ല. അപ്പോ മൂന്നാറിലോട്ടല്ലേ പോകുന്നേ? അപ്പോഴൊന്നും അറിഞ്ഞില്ലേ? അവര് മൂന്നാറിലേക്ക് മാത്രമല്ല, ഊട്ടി, രാജമല, ബന്ദിപ്പൂര്, കുളുമണാലി വഴി മധുര, കൊടൈക്കനാൽ, എന്നിട്ട് അവിടുന്ന് നേരെ മൂന്നാർ വഴി വീണ്ടും ഊട്ടി, കുളുമണാലി, തേക്കടി, ഡെറാഡൂൺ, സിംല, ഡാർജിലിംഗ്, നൈനിറ്റാൾ. അവിടുന്ന് നേരെ ഫ്ലൈറ്റിൽ കാശ്മീർ. പറ്റുമെങ്കിൽ വരുന്ന വഴിക്ക് അയോധ്യയിലൊന്ന് കയറണം. ചുമ്മാ പുളു അടിക്കാതെ താക്കോലെ. അയ്യോ, വീണ പുളുവല്ലെന്ന്. ബാംഗ്ലൂരിലെ വലിയ ടൂർ പാക്കേജ് അല്ലേ, അതെല്ലാം ഞാനും കൂടെ പോവാൻ ട്രൈ ചെയ്യണത്. അവര് ഫ്ലൈറ്റ് കയറുമ്പോ ഇവിടുന്ന് കൊണ്ടുവന്ന കാർ എന്ത് ചെയ്യും? അതൊക്കെ ഫ്ലൈറ്റിന്റെ ഗോഡൌണിൽ കയറ്റൂലേ. ഞാനൊന്നുകൂടെ മണിയടിച്ചു നോക്കട്ടെ. കിട്ടിയാ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. എന്റെ മച്ചി, ഓ ഓ മുടിഞ്ഞ വെയിറ്റ്. വീണ പറയുന്ന പോലെ ദർശനിക്ക് വലിയ പരുക്കൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവര് ഹണിമൂണിന് പോവാൻ ഒരുങ്ങി. താക്കോലതേ പെട്ടിയും പൊക്കനും എടുത്തോണ്ട് പോയിരിക്കുവോ. ഗിരിജയും ശ്രേയയും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയെന്നൊക്കെ സ്വപ്നം കണ്ടത് വെറുതെയാ. അവൻ വിശ്വനാഥന്റെ ചോരയാ. ഭാര്യയ്ക്ക് കാല് വയ്യെന്ന് വെച്ച് അവൻ തോറ്റു പിന്മാറുകയൊന്നുമില്ല. അവളെ തോളിലെടുത്ത് കൊണ്ടുപോകും. ഇവൾക്ക് എന്തു പറ്റി? എപ്പോഴും കവൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്ന ഇവളെന്താ കവളും വീർപ്പിച്ചിരിക്കുന്നത്? അങ്കിൾ ഇതെന്താ അറിഞ്ഞിട്ടാ? അവരുടെ ഹണിമൂൺ മുടങ്ങിയിട്ടൊന്നുമില്ല. അവളുടെ കാലിനെ ഒരു കുന്തവും. സത്യത്തിലെ താക്കോലിന്റെ വർണ്ണന കേട്ടപ്പോ നമുക്ക് ഒന്നൂടെ ഹണിമൂണിന് പോയാലോന്ന് എനിക്കൊരു കൊതി. അവര് കുളുമണാലിയും കാശ്മീരൊക്കെ പോകുന്നുണ്ട്. കാശ്മീരോ? ആര് പറഞ്ഞു? അവര് ഒരു ടൂർ പാക്കേജ് എടുത്തിരിക്കുന്നെ. അങ്കിളെ, എനിക്കും പോണം അവരുടെ കൂടെ. രണ്ടൊന്ന് ഇറങ്ങി പോയേ. ആരാ നിന്നോട് ഈ പുളുവൊക്കെ തള്ളിയത്? അവര് പോകുന്നതേ അഞ്ചുമലയ്ക്കാ. മൂന്നാറിനേക്കാൾ ഭംഗിയുള്ള സ്ഥലമാ. 5 പച്ച കുന്നുകൾക്ക് നടുവിൽ. ഞാൻ പണ്ട് പോയിട്ടുള്ളതാ. നല്ല ഗംഭീര അറ്റ്മോസ്ഫിയറാ. നല്ല ആൽക്കഹോളിക് വെതർ. ഓ, അവിടെ പോയാലും എവിടെ പോയാലും കുറച്ച് ബോധമില്ലാതെ കിടന്നാ മതിയല്ലോ. ദേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീണയെ കൂടി അവരുടെ കൂടെ പറഞ്ഞയക്കാൻ നോക്ക്. ഒന്നുമില്ലെങ്കിലേ നമുക്ക് വിശേഷങ്ങള് അപ്പപ്പ പറഞ്ഞറിയിക്കാൻ ഒരാളാവുമല്ലോ. എനിക്കോ യോഗമില്ല. അങ്കിളെ പ്ലീസ്, ഇപ്പോഴാവുമ്പോഴേ പറയാനൊരു കാരണമുണ്ട്. ദർശനയ്ക്ക് കാല് വയ്യല്ലോ. അവളെ പിടിച്ചു നിർത്താൻ ഒരാളുടെ ഹെൽപ്പ് വേണ്ടേ? ഒറ്റയ്ക്ക് ആ അഞ്ജനെ കിടത്തുകയും വേണ്ട. ഇതൊക്കെ ടൂറിനെ കുറിച്ച് അറിഞ്ഞപ്പോ നീ പറഞ്ഞല്ലേ? അന്ന് അതിനുള്ള വ്യക്തമായ മറുപടിയും ഞാൻ പറഞ്ഞതാ. ഒരു സുപ്രഭാതത്തിൽ ചെന്ന് നിന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ സ്വയം നീ ഒന്ന് ഓർത്തു നോക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അന്നത്തെ സാഹചര്യം അല്ല ഇപ്പോ.
ഇവിടെ മുത്തശ്ശിയുമില്ല ഏട്ടത്തിയുമില്ല. പവിയേട്ടനാണെങ്കിൽ ചെയ്യില്ലും. ഗിരിജയും മോളും ആണെങ്കിലോ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ ഇവിടുത്തെ കാരണവരാരാ? ഇന്നിപ്പോ ഇവിടെ ഒരു ആവശ്യം വന്നാ നിങ്ങൾ തന്നെയല്ലേ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ ചെന്ന് ആധികാരികമായിട്ടങ്ങ് പറയണം. ഒന്നുമില്ലെങ്കിലും അവന്റെ ചിറ്റപ്പനല്ലേ നിങ്ങള്. കൊണ്ടുപോയേ പറ്റൂ. കാല് വയ്യാത്തൊരു പെങ്കൊച്ചിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞാ മതി. എടി, നീ പറയുന്നത് പോലെ അല്ല. ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് രൂപേഷ് അനുസരിക്കണമെന്നില്ല. ദർശന പറയുന്നതേ ഇപ്പൊ അവൻ കേൾക്കൂ. ദർശനയ്ക്കാണെങ്കിലോ ഇവളെന്ന് പറഞ്ഞാലേ അങ്കിളെ, അതൊക്കെ പണ്ട്. ഇപ്പൊ തന്നെ അവളുടെ കാലിൽ ചൂട് പിടിച്ചു കൊടുത്തിട്ടേ ഞാനാ. എന്റെ അങ്കിളെ, അങ്കിളൊന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞ സംഗതി നടക്കും, ഉറപ്പാ. പറഞ്ഞിട്ട് അവൻ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ദേഷ്യം വരും. ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. അങ്കിളെ, കൂടുതൽ ഇനി ഒന്നും അങ്ങോട്ട് പറയാൻ നിക്കണ്ട. ആന്റി പറഞ്ഞതുപോലെ ഒരു ഓർഡർ ഇട്ടാ മതി. വീണെ കൂടി കൊണ്ടുപോണം, പോയേ പറ്റൂ. എന്നാലും ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ കേൾക്കും. ഞാൻ പിടിക്കണോ? ഏയ് വേണ്ട രൂപേഷേട്ടാ, ഞാൻ നടന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേ ഏതോ സമുദായക്കാരുടെ കല്യാണത്തിലെ ഭാര്യയെ ഭർത്താവ് എടുത്തുകൊണ്ട് നടക്കുന്ന ചടങ്ങുണ്ടത്രേ. എടുക്കാനോ? ദർശനയോ? എന്റെ അമ്മേ, എനിക്ക് എന്റെ തന്നെ വയറ് ചുമക്കാൻ പറ്റുന്നില്ല. പിന്നെയാ ആ, വയറ് കുറയ്ക്കാനല്ലേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയറ്റ് തീരുമാനിച്ചത്. അതൊന്നും കറക്റ്റായിട്ട് പാലിക്കുന്നില്ലെങ്കിലും ഇത്തിരി വയറ് കുറഞ്ഞിട്ടുണ്ട്. ദർശനയ്ക്ക് കാലിന് വയ്യാത്തല്ലേ, അതുകൊണ്ട് ചുമന്ന് നടന്നു നോക്കിയതാ. കാല് വയ്യെങ്കിൽ പിന്നെ യാത്ര മാറ്റിവെച്ചൂടെ? ഈ അഞ്ചുമല എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെയല്ല. മൊത്തവും കയറ്റവും ഇറക്കുക. ആ 5 മലകളും 5 സുന്ദരിമാരാണെന്നാ പറയുന്നത്. ഓരോ മലയ്ക്കും ഓരോരോ പേരാ. പേരൊക്കെ ഞാൻ മറന്നു. ഈ മലകളിലൊക്കെ നടന്ന് കയറേണ്ടി വരും ഈ കാലും വെച്ച്. അല്ലെങ്കിൽ അവിടുത്തെ ജീപ്പ് വിളിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, യാത്ര പിന്നെയും പോവാം, കാല് പിന്നീടും വേണ്ടതാ. അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് അവിടെ ചെന്നാൽ ദർശന ഈ കാലം വെച്ച് വളരെ ബുദ്ധിമുട്ടും. അതിന് അഞ്ജന ഒപ്പം വരുന്നുണ്ടല്ലോ. അതെ, ചോട്ടുണ്ട്. ചോട്ടുവിന് ബോഡി ഗാർഡ് ഞാൻ. എനിക്ക് കൂട്ടായി ദർശന. അപ്പോ ദർശനയ്ക്ക് ബോഡി ഗാർഡ് ഒരാളുണ്ട്. അതെ, എല്ലാവർക്കും ബോഡി ഗാർഡായി ഗോഡ് ഉണ്ടല്ലോ. രൂപേഷേട്ടാ, അതെ അതെ. ഞാനതല്ല പറഞ്ഞത്. വീണ ഇവിടെ ചുമ്മാ നിൽക്കല്ലേ. എടി വീണേ, ഞാനിവിടെ ഉണ്ടെങ്കിലേ. ഓ, എന്തൊരു പാവം. കാര്യം ശരിയാ. നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. മുമ്പ് എന്തെല്ലാം അഭ്യാസങ്ങളാ ഇവൾ നിങ്ങൾക്കെതിരെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും ഈയിടെയായിട്ട് ഇവൾ ഒത്തിരി മാറിയിട്ടുണ്ട്. സംസർഗ ഗുണം എന്നൊന്നുണ്ടല്ലോ. ഗിരിജയുമായിട്ട് സഹകരിച്ചപ്പോ അവളുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഇവൾക്കും കിട്ടി. ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പൊ ദർശനയ്ക്ക് തന്നെ നേരിട്ടറിയാവുന്നതല്ലേ വീണയ്ക്ക് വന്നിട്ടുള്ള മാറ്റം. ഗിരിജയുടെയും ശ്രേയയുടെയും ഒക്കെ പല കള്ളനീക്കങ്ങളും ഏട്ടത്തിയെ ഇപ്പോ അറിയിക്കുന്നത് ഇവളാ. ഏട്ടത്തി എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ദർശനയുമായുള്ള സംസർഗ ഗുണം വഴി ഇവളും ഒന്ന് നന്നായി കിട്ടിയാൽ നമ്മുടെ കുടുംബത്തിനല്ലേ ഗുണം. പിന്നെ അവിടെ വല്ല ഗുണ്ടാമിഷനും ഏർപ്പെടുത്തിയാൽ അത് കണ്ടുപിടിക്കാനും ചെറുക്കാനും ഇവള് ബെസ്റ്റാ.
മറ്റേ സംസർഗത്തിൽ നിന്ന് കിട്ടിയതാ ഗിരിജാസം.